ഹലോ. ഹലോ. ഞാൻ സ്വിഗ്ഗിയിൽ നിന്നായിരുന്നു. എവിടെ എത്തി? ഞാൻ ഇവിടെ ലൊക്കേഷനിലുണ്ട്. ആണോ? ഒരു ഗ്രാൻഡ് ഐറ്റം കിടക്കുന്ന വീട്, മറ്റേ എക്സ്ട്രാ ഇൻകം നിങ്ങൾക്ക് ആവശ്യം ആണ് എന്നുള്ളത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദ ഫെയിലിഞ്ചർ 613. അപ്പോൾ കുറച്ച് നാൾക്ക് ശേഷം, അതായത് ഒരു വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് ഒരു വീഡിയോ ആയിട്ടൊക്കെ ചെയ്യുന്നത്. അപ്പം എന്താണെന്ന് വെച്ചാൽ, നമ്മളിന്ന് രാവിലെ തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഗാഡ്ജറ്റ്സ് എന്തൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, ഒരു ഡിവൈസിൻ്റെ കാര്യത്തെ പറ്റിയിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് ആ ഒരു വീഡിയോയിലേക്ക് തന്നെ പോവാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിന്ന് പെട്രോള് വളരെ കുറവാണ്, കുറച്ച് പെട്രോളേ ഉള്ളൂ. അപ്പോൾ ആ പെട്രോൾ നമുക്കൊന്ന് ഫില്ല് ചെയ്യണം, എന്നിട്ട് വേണം നമുക്ക് ഇന്നത്തെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് പെട്രോൾ അടിക്കാം. 308 അപ്പോൾ ഒരു 300 സംതിങ്ങിന് പെട്രോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഈ വധൂരിയിൽ കാണിക്കത്തില്ല, അതാണ് മെയിൻ പ്രശ്നം. എനിക്ക് ഏറ്റവും ഭ്രാന്ത് വരുന്നത് എത്ര പെട്രോൾ അടിച്ചാലും ഒരു 3-4 ലിറ്റർ ഉണ്ടെങ്കിൽ പോലും വണ്ടിയിൽ കാണിക്കത്തില്ല. അതാണ് എൻ്റെ ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാവർക്കും ഓൾമോസ്റ്റ് ഈ ഒരു വണ്ടി യൂസ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ അവസ്ഥയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു 10-100 രൂപയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ആൾക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ എന്താ വേണ്ടേ, ആവശ്യത്തിനും അനാവശ്യത്തിനൊക്കെ കാണിക്കും. ചിലപ്പോൾ ഫുൾ ടാങ്കൊക്കെ കാണിച്ചോളൂ. എന്ത് കാര്യത്തിനാണാവോ, തമ്പുരാന് മാത്രം അറിയാം. ഞാൻ കുറച്ച് നാൾക്ക് മുന്നേ ഒരു റീൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റീലിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഡിവൈസ് നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താം, അല്ലെങ്കിൽ സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡെലിവറി പ്ലാറ്റ്ഫോമിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന തരത്തിലുള്ള കൊച്ചു ഡിവൈസ് പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് ശേഷം എനിക്ക് ഇതിന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ടൈം കണ്ടെത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിപ്പോയി. അങ്ങനെ കുറച്ച് തടസ്സങ്ങൾ വന്നുകൊണ്ട് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇടാനായിട്ട് ഒരുപാട് ലേറ്റ് ആയത്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു, എന്താണ് ആ ഒരു ഐറ്റം, എന്താണ് ആ ഒരു ഡിവൈസ്, എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ ആ ഒരു റീലിടാനുള്ള കാരണം എന്താ വെച്ചാൽ, ഡിവൈസ് വെച്ചിട്ട് ഞാൻ വർക്ക് ചെയ്ത സമയത്ത് ഒരുപാട് പേര്, ഒരു മെജോറിറ്റി ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചത്, എന്താണ് ഈ ഐറ്റം, എന്താണ് ഇതുകൊണ്ട് എന്താണ് ഗുണം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ സംഭവം വേറെ ഒന്നുമല്ല, ഇതൊരു ബ്ലൂടൂത്ത് ഡിവൈസാണ്, ഒരു ഹെൽമെറ്റിൻ്റെ ഒരു ബ്ലൂടൂത്ത് ഡിവൈസാണ്. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹെഡ്സെറ്റിനേലും എന്തുകൊണ്ടും നല്ലതാണ്. കാരണം ഈ ഓൺലൈൻ ഡെലിവറിയൊക്കെ ചെയ്യുന്നവർക്ക് എന്തുകൊണ്ടും യൂസ്ഫുൾ ആവുന്ന തരത്തിലുള്ള ഇലക്ട്രോണിക് ഡിവൈസാണ്. അപ്പോൾ ഈ കാണുന്ന ഐറ്റമാണ് ഞാൻ പർച്ചേസ് ചെയ്ത ആ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊരു ബ്ലൂടൂത്ത് ഡിവൈസാണ്, ചെറിയൊരു ഐറ്റമാണ്. ഒരു മോഡ് ഉണ്ടാവും, 2 സ്പീക്കർ ഉണ്ടാവും, ഒരു മൈക്ക് ഉണ്ടാവും. നമ്മൾ ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്നതിലും കുറച്ചും കൂടി, അതായത് വണ്ടി ഓടിക്കുന്നവർക്കാണോ, അല്ലാതെ ഹെഡ്സെറ്റിനാണ് പർപ്പസ് കൂടുതലുള്ളത്. കാരണം നമുക്കിപ്പോൾ പാട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഈ സാധനം ഹെൽമെറ്റ് വെച്ചുകൊണ്ട് ഇരിക്കാൻ പറ്റത്തില്ല, അത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ഓടിക്കുന്നവർ അല്ലെങ്കിൽ റൈഡൊക്കെ പോകുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന ഒരു ഐറ്റമാണ്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്, സ്വിഗ്ഗി സൊമാറ്റോയും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡെലിവറി പ്ലാറ്റ്ഫോംസിൽ വർക്ക് ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ഐറ്റം പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പം ഇത് എന്താണ് കാര്യം എന്ന് വെച്ചാൽ, നമ്മളിതിപ്പോൾ യൂസ് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മൾ ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് തരത്തിലുള്ള ഗുണങ്ങളുണ്ട്. കുറച്ച് ഗ്യാപ്പിലിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ചെവിയുടെ അകത്തേക്ക് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഒരു അപകടം കുറഞ്ഞു കിട്ടും. പിന്നെ വീണ് കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റുമെന്നുള്ളൊരു പ്രശ്നം വേണ്ട. എല്ലാം കൊണ്ടും ഈ ഒരു സാധനം സേഫ് ആയിട്ടുള്ളതായിട്ടാണ് ഇത്. അതുപോലെ തന്നെ ഡെലിവറി ചെയ്തു, അതും മഴയത്തും ഡെലിവറി ചെയ്തു. ഇതിൻ്റെ കവറിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് വാട്ടർ പ്രൂഫിംഗ് ആണെന്നുള്ളത്. ഞാനത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3-4 ദിവസത്തെ മഴ കംപ്ലീറ്റ് നനഞ്ഞിട്ടുണ്ട് ഡെലിവറി ചെയ്യുന്ന സമയത്ത്. യാതൊരു തരത്തിലുള്ള പ്രശ്നവും കാര്യങ്ങളോ ഒന്നും എനിക്കതിൽ നിന്ന് ഫീൽ ചെയ്തില്ല. നല്ല രീതിയിൽ തന്നെ, ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ എനിക്കത് കിട്ടിയത്. വേറെ ഡാമേജോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു ഐറ്റത്തിന് 1 ഇയർ വാറണ്ടിയും കൂടി വരുന്നുണ്ട്. ഞാനിത് എടുത്ത സമയത്ത് 1700 രൂപയാണ് എനിക്ക് വന്നത്. ഓൺലൈനിലായിട്ട് ഒരുപാട് പ്രൈസ് റേഞ്ച് വളരെ കുറഞ്ഞ ഇതിൽ കിടപ്പുണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ കുറഞ്ഞ പൈസയ്ക്ക് ഈ ഒരു ഐറ്റം വാങ്ങാതിരിക്കുന്നതാണ് കുറച്ചും നല്ലത്. മേടിക്കുമ്പോൾ ഏതൊരു ഐറ്റം മേടിക്കുമ്പോഴാണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം മേടിക്കാൻ ശ്രമിക്കാം.
ഞാനിതിൽ 100% സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കുറച്ച് നാൾ ഈ ഒരു സാധനത്തെ പറ്റിയിട്ടൊന്ന് അറിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ഐറ്റം യൂസ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്നും കൂടി ഞാൻ വിചാരിച്ചു. നമ്മുടെ ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട്. അരമണിക്കൂറിന് ശേഷമാണ് ഈ ഒരു ഓർഡർ അടിക്കുന്നത്. ഫസ്റ്റ് ഓർഡർ എനിക്ക് അടിച്ചേക്കുന്നത് പലാരത്തുനിന്ന് 50 രൂപ ടിപ്പ്, 20 രൂപ സർജ്, 149 രൂപയുടെ ഒരു ഓർഡറാണ്. അപ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാം. ഞാനപ്പോൾ നൈസായിട്ടൊരു വീഡിയോ ഇവിടെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് എടുത്തത്. പക്ഷേ നമുക്കിനി സമയം കളയണ്ട, നമുക്ക് വർക്കും അതുപോലെ തന്നെ വീഡിയോയും ഒരുമിച്ച് കൊണ്ടുപോകാം. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ഫീൽഡിൽ 2018 തൊട്ട് ഞാൻ വർക്ക് ചെയ്യുന്നതാണ്. പക്ഷെ കുറച്ചും കൂടി ഇൻവോൾവ്ഡ് ആയിട്ട് ഞാനിതിൽ വർക്ക് ചെയ്ത് തുടങ്ങിയത്, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് പൈസ സെറ്റ് ചെയ്യണം, അതായത് ഒരു എക്സ്ട്രാ ഇൻകം എനിക്ക് വേണം എന്ന് തോന്നി ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയത് ഒരു 2021 ആ ഒരു ടൈമിലാണ് ഞാൻ ഇതിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങി തുടങ്ങിയത്. അപ്പോൾ ഞാൻ ഈ കാണുന്ന എൻ്റെ ഈ ഓൾമോസ്റ്റ് ഉള്ള എല്ലാ ഐറ്റങ്ങളും ഞാൻ മേടിച്ചേക്കുന്നത് ഈ ഡെലിവറി ജോബിൽ കൂടി തന്നെയാണ്. കുറേ ആൾക്കാർക്ക് ഇതിനെ പറ്റിയിട്ട്, അതായത് ഈ ഒരു ഡെലിവറി ജോബ് എന്നൊക്കെ പറയുമ്പോൾ വളരെ വില കുറച്ച് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷൻ കൊടുത്ത് നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ജോബാണ്. കാരണം നമ്മുടെ മുകളിൽ വേറെ ആരുമില്ല. നമ്മൾ നല്ല രീതിയിൽ അവർ പറയുന്ന, അതായത് ആപ്പിൽ എന്താണോ സ്വിഗ്ഗിയുടെ ആൾക്കാർ ഏതൊരു കണ്ടീഷൻസ് ആണോ കൊടുത്തേക്കുന്നത് ആ കണ്ടീഷനിൽ ഓടിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻസെൻറ്റീവ് അച്ചീവ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്കിപ്പോൾ നമുക്ക് പറ്റുന്ന പോലെ ഒരു ചെറിയൊരു ഇൻകം നമുക്ക് എക്സ്ട്രാ ഉണ്ടാക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് ഓടണം എന്നാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഓടാം. അപ്പോൾ നമുക്ക് ഇൻസെൻറ്റീവ് അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൂ, നമുക്ക് കുറച്ച് പൈസ കിട്ടും, അത്രയേ ഉള്ളൂ. നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ഒരു ജോലി ഭയങ്കര കംഫർട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അതുകൊണ്ട് തന്നെ ഞാനിതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഞാനൊരു മെക്കാനിക്കാണ്. അത് നിങ്ങൾക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ ഫോളോവേഴ്സിനും നല്ല രീതിയിൽ അറിയാവുന്നൊരു കാര്യമായിരിക്കുള്ളൂ. കാരണം ഞാൻ എൻ്റെ കൂടുതൽ വീഡിയോസ് എൻ്റെ മെക്കാനിക്കൽ പരമായിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ആയിരിക്കുള്ളൂ ഞാൻ കൂടുതലായിട്ട് ചെയ്തേക്കുന്നത്. കുറച്ച് നാളായിട്ട് ആ ഒരു ഇതിലൊക്കെ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. എന്താ വെച്ചാൽ എനിക്ക് പേഴ്സണലി കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഒരു ഇതിൽ നിന്നൊന്നും മാറി നിൽക്കുകയാണെന്ന്, കുറച്ച് ടയേർഡാണ് ഞാനിന്ന്. പനിക്കാനാണോ അല്ലെങ്കിൽ ജലദോഷമാണോ തൊണ്ടവേദന, നല്ല ചുമയുണ്ട്, നല്ല തൊണ്ടവേദനയുണ്ട്. പനിയില്ല, എന്തോ ഭാഗ്യത്തിന്. പനിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും പറയണ്ട, ആകെ അവശതയിൽ പോയേനെ. പിന്നെ ഇന്നൊരു സമയം കിട്ടി എനിക്കിങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്, നല്ലൊരു മൂഡും വന്നു. ഞാനിപ്പോൾ പോകുന്ന റൂട്ടിൽ തന്നെയാണ് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലവും, എൻ്റെ സ്വന്തം മഹീന്ദ്ര. ഞാൻ മഹീന്ദ്രയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതാണ് എൻ്റെ ജോലി സ്ഥലം, മഹീന്ദ്ര ട്രക്ക് ആൻഡ് ബസ്. ഇവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സമയം കിട്ടുന്ന പോലെയൊക്കെ ഞാൻ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേരായിട്ട് ചോദിക്കുന്നുണ്ട്, പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് പൈസ ഏൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം എൻ്റെ അടുത്ത് ഒരുപാട് പേരായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് നല്ലൊരു എമൗണ്ട്, കാരണം ഞാൻ മഹീന്ദ്രയിൽ നിന്ന് ഇറങ്ങിയിട്ട് 5 മണിക്ക് എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അത്യാവശ്യം, അതായത് ചില സമയത്ത് നല്ല മൂടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു 10-12 മണി വരെയൊക്കെ ഓടും. ചില സമയത്ത് അതിലും കൂടുതൽ മൂടാണെന്നുണ്ടെങ്കിൽ ഞാനൊരു 3 മണിക്ക് വരെയൊക്കെ ഞാൻ ഓടിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ പോയാലും ഒരു 1500-1200 ആ ഒരു എമൗണ്ടിന് കിട്ടും. ഞാൻ അടിക്കുന്നത്, അതായത് ഇതിൽ പെട്രോൾ അടിക്കുന്നത് ഒരു 300 ആ ഒരു റേഞ്ചിലാണ് ഞാൻ എപ്പോഴും പെട്രോൾ അടിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ഇവിടുത്തെ പലാരത്തെത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം എവിടേക്കാണ് ഫുഡ് റെഡി ആയിട്ടുണ്ടോ എന്നുള്ളത്. റീച്ച്ഡ് പിക്കപ്പ് ലൊക്കേഷൻ കൊടുക്കണം. ഇവിടെ നമ്മൾ ഫുഡ് എടുക്കാനായിട്ട് വന്നു കഴിയുമ്പോൾ നേരെ റീച്ച്ഡ് പിക്കപ്പ് ലൊക്കേഷൻ കൊടുക്കുക. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും. യെസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് ഏറ്റവും പ്രാന്ത് പിടിപ്പിക്കുന്ന പരിപാടി. ഒരു മിനിറ്റ്, ഞാൻ ഈ ഫോട്ടോ ഒന്ന് ലോഗിൻ ചെയ്തേക്കട്ടെ. ഫോട്ടോ എടുത്ത് ലോഗിൻ ചെയ്യണം. ഫോട്ടോ വേണം, ബാഗ് വേണം, നമ്മുടെ ഫേസ് വേണം. അപ്പോൾ എനിക്ക് ഹെൽമെറ്റ് പറയേണ്ട പറ്റത്തില്ല. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് OTP. വെരിഫൈ ചെയ്യണം ആദ്യം തന്നെ. 6686. ഇപ്പോൾ ഫുഡ് പിക്ക് ചെയ്തിട്ടുണ്ട്. പിക്കപ്പ് കംപ്ലീറ്റ് കൊടുക്കാം. ഓക്കെ, ഇതിപ്പോൾ നേരെ ആലുവയ്ക്കാണ് ഓർഡർ അടിച്ചേക്കുന്നത്. ആലുവ ഇടത്തുള്ള ഭാഗത്തേക്ക് നമുക്ക് പോവാം.
ഡിവൈസിനെ പറ്റിയിട്ടാണ്. ഇത് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ. നമുക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു ഡിവൈസിൽ നിന്ന് വരുന്നില്ല. പോരാത്തതിന് 1 year വാറണ്ടിയും തരുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് നോക്കാനാണ്? ഒന്നും നോക്കാനില്ല. നല്ലൊരു പ്രൊഡക്റ്റാണ്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. കാരണം നമ്മുടെ ചെവിക്കോ കാര്യങ്ങൾക്കോ ഒന്നും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് നല്ലൊരു ഐറ്റമാണ്. കാരണം ഹെഡ്സെറ്റ് വയ്ക്കുമ്പോൾ നമുക്ക് കൂടുതലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക, നമുക്ക് കേൾവി ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ, ഹെൽമെറ്റിൻ്റെ അകത്തായതുകൊണ്ട് തന്നെ കുറച്ച് സ്പേസ് ഉണ്ട്. ഈ ഒരു തമ്പിൻ്റെ ഒരു സ്പേസ് നമുക്ക് ഈ ഒരു ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ചെവിക്കും ഇതിൻ്റെ സ്പീക്കറിനും തമ്മിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ശല്യമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ചെവിടിൻ്റെ അകത്തേക്ക് വെക്കുന്ന അത്രയുള്ള ഒരു ഇത് കിട്ടില്ല. കാരണം നമുക്ക് നല്ല പവറിലാണ് ഇത് കേൾക്കുന്നതെന്നുണ്ടെങ്കിലും നമുക്ക് ബാക്കി ഇപ്പോൾ ഈ പോണ വണ്ടിയുടെ ഇതാണെങ്കിലും മറ്റുള്ള വണ്ടികളുടെ കാര്യം ഇതെല്ലാം നമുക്ക് പുറത്തെ നോയ്സ് എല്ലാം നമുക്ക് കിട്ടും. പിന്നെ നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. നമുക്ക് സംസാരിക്കുമ്പോൾ കോൾ ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും വലിയ ശല്യമില്ല. അവിടെ കേൾക്കുന്ന ആൾക്ക് നല്ല പക്ക ക്ലാരിറ്റിയിലാണ് കേൾക്കുന്നത്. പിന്നെ ഇന്ന് മഴയാണെന്ന് തോന്നുന്നു. നല്ല ക്ലൗഡി ഡേ ഉണ്ട്, മഴ ചാറുന്നുമുണ്ട്. എന്താവോ എന്തോ അറിയില്ല. റെയിൻ സർജ് ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല എന്നൊക്കെ ആ ഒരു സന്തോഷത്തിൽ നമുക്ക് വണ്ടി ഓടിക്കാം. ഡിവൈസിനെ പറ്റി പറയുമ്പോൾ, ഈ ഒരു ബ്ലൂടൂത്ത് ഡിവൈസിനെ പറ്റി പറയുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്. ചാർജിങ്ങിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ 100% സാറ്റിസ്ഫൈഡ് ആണ്. സൗണ്ട് ക്വാളിറ്റിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ 100% ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഹെഡ്സെറ്റ് വെക്കുന്നതിലും ഗുഡാണ്. ഗുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങൾ വേറെ ഇല്ല, ചെവിക്ക് അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ സേഫ്റ്റി വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈലി ഗുഡാണ്. കസ്റ്റമറിൻ്റെ ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നൊരു 120 മീറ്ററും കൂടെയാണ് കാണിക്കുന്നത്. വില്ലാസാണെന്ന് തോന്നുന്നു. അതെ, വില്ലയാണ്. ദ്വാരകയിലല്ല. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ, കസ്റ്റമറിൻ്റെ ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞാൽ നേരെ ഇതെടുക്കുക, റീച്ച്ഡ് കസ്റ്റമർ ലൊക്കേഷൻ കൊടുക്കുക. അപ്പോൾ ഇതാണ് വരുന്ന ഒരു ഇൻ്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. കോൾ കസ്റ്റമർ കൊടുക്കുക, ഇനി ഡയറക്ഷൻ കോൾ ചെയ്യുക. ഹലോ, മാം സ്വിഗ്ഗി എന്നായിരുന്നു. ഞാൻ ഇവിടെ ലൊക്കേഷനിലുണ്ട്. നേരെ ഓപ്പോസിറ്റ് അല്ലേ? ഓക്കെ ഓക്കെ. ഫ്രണ്ടിലൊരു സ്വിഫ്റ്റ് കിടക്കുന്നില്ലേ, അത് തന്നെയല്ലേ? ഓക്കെ ഓക്കെ. ആ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ആ ഓർഡർ നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആപ്പ് എടുക്കാം. യു ഡെലിവർ ദ ഓർഡർ, എസ് കൊടുക്കുക. 161 രൂപയാണ് ആ ഒരു ഓർഡറിന് കിട്ടിയത്. 50 രൂപ ടിപ്പുണ്ട്, 7 രൂപ വെയിറ്റിംഗ് ടൈമുണ്ട്, 22 രൂപ ബോണസ് ഉണ്ട്. റെയിൻ സർജ് മാത്രം കിട്ടിയില്ല. കൊച്ചു മഴ ആയതുകൊണ്ടായിരിക്കാം മേ ബി. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഓർഡർ കൊടുക്കുക. ഇങ്ങനൊരു ഇൻ്റർപ്രൈസ് വരും. നമുക്കിനി ബാക്ക് ടു നമ്മുടെ സോണിലേക്ക് പോവാം. നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്ര തന്നെയുള്ളൂ. ഒരുപാട് പേരായിട്ട് ചോദിച്ചതാണ് എന്താണ് ആ ഒരു ഡിവൈസ്, പിന്നെ എങ്ങനെയാണ് ഫുഡ് ഡെലിവറി ചെയ്യുന്നത്, ഡെലിവറി എടുത്തിട്ട് എങ്ങനെയാണ് ഡെലിവറി ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേരായിട്ട് ചോദിച്ചു. കുറേ പേരെടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വീഡിയോയിൽ ഇത് ഉൾപ്പെടുത്താമെന്ന് കരുതി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കൊരു എക്സ്ട്രാ ഇൻകം, അതായത് നിങ്ങൾക്കൊരു കൊച്ച് എക്സ്ട്രാ ഇൻകം നിങ്ങൾക്ക് ആവശ്യം ആണ് എന്നുണ്ടെങ്കിൽ സ്വിഗ്ഗിയിൽ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ വർക്ക് ചെയ്തോ, യാതൊരു പ്രശ്നമില്ല. പൈസയുടെ കാര്യത്തിലൊക്കെ സ്വിഗ്ഗിക്കാർ പക്കയാണ്, നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഫണ്ടൊക്കെ ഇട്ട് തരും. അപ്പോൾ
ഇനിയും നല്ല നല്ല വീഡിയോസുകളായിട്ട് വരുന്നവരെ സൈനിങ് ഓഫ് ദ ഫിലിം ചേട്ട 613. സ്റ്റേ ട്യൂൺ. ബൈ.